ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള നേതാക്കളെ അഭിസംബോധന ചെയ്യുകയും AIക്കായി മാനവ് എന്ന വിഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ M മോറൽ, A അക്കൗണ്ടബിൾ, N നാഷണൽ സോവറിനിറ്റി, A ആക്സസിബിൾ, V വാലിഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനുഷ്യരെ കേവലം അസംസ്കൃത വസ്തുക്കളായി കാണുന്നില്ലെന്ന് ഉറപ്പാക്കാൻ AIയെ ജനാധിപത്യവൽക്കരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. AI ഗവേണൻസിനെ ആണവോർജം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തത്തോടെയാണ് അദ്ദേഹം ഉപമിച്ചത്. വ്യക്തിപരമായ വിവാദങ്ങളെ തുടർന്ന് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഉച്ചകോടിയിലെ തന്റെ മുഖ്യ പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ചൈനീസ് നിർമ്മിത റോബോട്ടിക് നായയെ തങ്ങളുടേതാണെന്ന് തെറ്റായി അവതരിപ്പിച്ചതിനെ തുടർന്ന് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയെ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കി. മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം ഇന്ന് വിശുദ്ധ റമദാൻ മാസത്തെ ആദ്യ വ്രതദിനമാണ്. മഹാരാഷ്ട്രയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മകൻ ജയ് പവാർ ആവശ്യപ്പെട്ടു. ഭീകരവാദികളെ തുരത്തുന്നതിനായി ജമ്മു ആൻഡ് കാശ്മീരിന്റെ മലനിരകളിൽ CRPF 43 പുതിയ താൽക്കാലിക താവളങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 500 പോയിന്റിലധികം കുറഞ്ഞ് 83,181-ലും നിഫ്റ്റി 25,700-ന് താഴെയുമായി. സ്വർണ്ണവില പവന് 1,54,350 രൂപ എന്ന നിരക്കിൽ തുടരുമ്പോൾ വെള്ളി വിലയിൽ വൻ തകർച്ചയുണ്ടായി. കിലോയ്ക്ക് 2,55,000 രൂപ. നെതർലൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മുന്നേറി. അഭിഷേക് ശർമ്മ തുടർച്ചയായ 3-ാം മത്സരത്തിലും റണ്ണൊന്നുമെടുക്കാതെ പുറത്തായി.